ഡെയിലി നോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമുക്ക് കാണാൻ പോകുന്നത് ആധാർ കാർഡും പാൻ കാർഡ് യൂസ് ചെയ്തിട്ട് കാനറ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് പുതിയത്. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ എടുത്ത് നമ്മൾ കാനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് നമുക്ക് അതിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കാണുന്ന കാനറ ബാങ്കിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്നത് അതിൻ്റെ മെയിൻ ഹോം സ്ക്രീനാണ്. അതിൽ നിന്ന് അപ്ലൈ ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ ആയിട്ട്. അതിൽ അപ്ലൈ ന്യൂ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. ആ സ്ക്രീനിൽ നമുക്ക് നിങ്ങളുടെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പാൻ കാർഡാണോ ആധാർ കാർഡോ യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ആധാർ കാർഡ് ആണോ പാൻ കാർഡോ യൂസ് ചെയ്യണത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ മേലെ നിങ്ങളുടെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അടുത്തത് ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്യാപ്ഷയാണ്. ക്യാപ്ഷ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ ഈ മേലെ കാണുന്ന FZQSGQ എന്ന് പറഞ്ഞതാണ് ക്യാപ്ഷ. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ പ്രൊസീഡ് കൊടുക്കുക. ഈ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ OTPയുടെ ഓപ്ഷൻ വന്നു, മൊബൈലിൽ വന്നിട്ടുണ്ടാവും. ആ OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വാലിഡ് OTP സെലക്ട് ചെയ്ത് കൊടുക്കുക. വാലിഡ് OTP ഒന്ന് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസാണ്. കസ്റ്റമർ ID, ഫസ്റ്റ് നെയിം, കസ്റ്റമർ ഫുൾ നെയിം ഒക്കെ ആയിട്ട് വരും. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഏത് അഡ്രസ്സിലാണോ കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ കറണ്ട് മെയിലിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് ചോദിക്കേണ്ടത്. അവിടെ യെസ് അടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ നോ അടിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുന്നതാണ്. യെസ് ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഒരു സ്ക്രീനാണത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട അഡ്രസ്സ്, നിങ്ങൾക്ക് എവിടേക്കാണത് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ അഡ്രസ്സ് 1, അഡ്രസ്സ് 2, അഡ്രസ്സ് 3, പിന്നെ സിറ്റി ഏതാണ്, കൺട്രി ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, പിൻകോഡ് ഏതാണെന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെ പറയുന്നത് കാർഡ് യൂസേജ്. അത് നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഗ്ലോബൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡൊമസ്റ്റിക്കാണ് സെലക്ട് ചെയ്യണത്. അത് ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ നെറ്റ്വർക്ക് റുപ്പിയ കാർഡാണ് വരുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ക്ലാസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലാറ്റിനം വേണോ ക്ലാസിക് വേണോ? ഞാൻ നോർമൽ ക്ലാസിക് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ റുപ്പിയാണ് ഇവരിൽ ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആനുവൽ ഫീ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് 142 രൂപ അവർ ഡെബിറ്റ് ചെയ്യും. ഇത് ഒക്കെ നിങ്ങൾ എഗ്രി ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എഗ്രി എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളിപ്പം ഇതുവരെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ഓക്കെ ആണോ എന്ന്. അപ്പോൾ പ്രിവ്യൂ ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ടോട്ടലായിട്ട് ഒരു പ്രിവ്യൂ കാണിക്കും അവർ. എന്തൊക്കെയാണ് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റാണോ, നിങ്ങളുടെ പേരും കാർഡിലെ പേര് ഏതാ വരേണ്ടതെന്നുള്ളത് കറക്റ്റാണോ. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക, റിക്വസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഡെബിറ്റ് കാർഡ് കാനറ ബാങ്കിൻ്റെ ആധാർ കാർഡ് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു.